ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് നോട്ട്സ് പ്ലസ് ലേണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിടെക് ലെറ്റ് രജിസ്ട്രേഷനെ കുറിച്ചാണ്. അതായത് കുസാറ്റ് ലെറ്റിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കുറേ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, കുസാറ്റ് എക്സാംസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ട്. പിന്നെ കുറേ പേര് കുസാറ്റ് ലെറ്റ് എക്സാം എഴുതാറില്ല, അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കുസാറ്റ് ലെറ്റ് എക്സാം എഴുതണം. എന്തുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കുസാറ്റ് ലെറ്റ് എക്സാം എഴുതണം എന്നുള്ള റീസൺസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുകൂടാതെ നിങ്ങൾക്ക് ഈ ലെറ്റ് എക്സാംസിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം. അപ്പം ഈ സ്റ്റുഡൻസിനെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും അതേപോലെ തന്നെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ലെറ്റ് 2026 കണക്ട് എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അതിന് QR കോഡ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പം നിങ്ങൾ ആ ലിങ്ക് വഴി നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലെറ്റ് എക്സാംസിനെ കുറിച്ച് ഡീറ്റെയിൽസ്, അതിലെങ്ങനെ അപ്ലൈ ചെയ്യുക, നോട്ടിഫിക്കേഷൻ, ഇപ്പം കുസാറ്റ് ലെറ്റിൻ്റെ കാര്യങ്ങൾ, അതിൽ KTU ലെറ്റിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് നമ്മളെ ക്ലാസ് നോട്ട്സ് പ്ലസ് ലേണിംഗ് ആപ്പ് വഴിയും നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. മെറ്റീരിയൽസും ചില ടോപ്പിക്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പം നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ കുസാറ്റ് ലെറ്റ്, ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, പിന്നെ ക്വാളിഫിക്കേഷൻ, എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് കുസാറ്റ് ലെറ്റ് അപ്ലൈ ചെയ്യാൻ, പിന്നെ എബൌട്ട് കുസാറ്റ് ലെറ്റ്, ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എബൌട്ട് കുസാറ്റ് ലെറ്റ്, പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യും, ഹൗ ടു അപ്ലൈ. ഇപ്പോൾ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്ന ഡേറ്റ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് വരുന്ന ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 27 ജനുവരി മുതൽ 5 മാർച്ച് 2026 വരെ ഓൾമോസ്റ്റ് ഒരു മാസത്തെ സമയമുണ്ട് രജിസ്ട്രേഷൻ ടൈം. കുസാറ്റിൻ്റെ മെയിൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ എക്സാം ഡേറ്റ്, ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. അത് 11 മെയ് 2026 ആണ്. 3 മണിക്കൂറാണ് എക്സാം. 2:30 to 5:30 ആണ് എക്സാം വരുന്നത്. ആഫ്റ്റർനൂൺ ആണ്, 2:30 PM to 5:30 PM. പിന്നെ എക്സാം സെൻറ്റർ എല്ലാ ഡിസ്ട്രിക്റ്റിലും, അതായത് നിങ്ങൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ക്വാളിഫിക്കേഷൻ വരുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, ഏതെങ്കിലും ഡിപ്ലോമ വരെ എഞ്ചിനീയറിംഗിലെ 3 ഇയർ ഡിപ്ലോമ വേണം. അതുമാത്രമല്ല 60% മാർക്ക് കമ്പൽസറി ആണ്. ജനറൽ കാൻഡിഡേറ്റിനാണ്, ജനറൽ കാറ്റഗറിക്കാണ് 60% മാർക്ക് വേണ്ടത്. SC/BC അതായത് OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 5% റിലാക്സേഷൻ കിട്ടും. മിനിമം മാർക്കിൽ 5% റിലാക്സേഷൻ കിട്ടും. അതിൽ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ മിനിമം പാസ് മാർക്ക് മതി അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്, തേർഡ് ഇയർ സ്റ്റുഡൻസ്, ഡിപ്ലോമ തേർഡ് ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് KTU ലെറ്റിൻ്റെ സിലബസുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. കുസാറ്റ് ലെറ്റിൻ്റെ സിലബസ് അപ്പോൾ ടെസ്റ്റ് കോഡ് വരുന്നത് 102. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുസാറ്റ് ലെറ്റിൻ്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് CAT കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൽ ഒരുപാട് ടെസ്റ്റ്, ലെറ്റ്, അതേപോലെ തന്നെ നിങ്ങളെ BTech മാത്രമല്ല MTech കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളും PhD കാര്യങ്ങളും എല്ലാത്തിൻ്റെ ലിങ്കും അതിലുണ്ടാവും. അപ്പോൾ അതിൽ ഓരോന്നും ഡിഫറെൻറ്റ് ടെസ്റ്റ് കോഡായിരിക്കും. അപ്പോൾ ടെസ്റ്റ് കോഡ് 102 ആണ് ഈ BTech ലെറ്റ് വരുന്നത്. പ്രോസ്പെക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, നോക്കിയാൽ മതി. 102 ആണ് BTech ലെറ്റിൻ്റെ വരും. പ്രോസ്പെക്ട്സ് വേണ്ടൊരു നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസ്പെക്ട്സ് അയച്ചു തരാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എക്സാം ഡ്യൂറേഷൻ 3 hours ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 200 ക്വസ്റ്റ്യൻസ് ആണ്. MCQ ടൈപ്പാണ്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, CBT ടൈപ്പ് എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. KTU ലെറ്റ് CBT ടൈപ്പ് അല്ല, അത് OMR ടൈപ്പ് എക്സാം ആണ്. ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. KTU ലെറ്റ് എക്സാം നെഗറ്റീവ് മാർക്കില്ല. അപ്പം 200 ക്വസ്റ്റ്യൻസ് ആണ്. KTU ലെറ്റിന് 120 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ടോട്ടൽ 800 മാർക്കാണ്. KTU ലെറ്റ് 120 മാർക്കിന് വരുന്ന എക്സാമാണ്. ടോട്ടൽ മാത്സ് 50 ക്വസ്റ്റ്യൻസ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 40 ക്വസ്റ്റ്യൻസ്, ജനറൽ എഞ്ചിനീയറിംഗ് 50 ക്വസ്റ്റ്യൻസ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് 40 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻ. ടോട്ടൽ വരുന്നത് 200 ക്വസ്റ്റ്യൻസ്, 800 മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് തെറ്റായ ആൻസർ -1 ആണ് മാർക്ക്, കറക്റ്റ് ആൻസർ 4 മാർക്കാണ്. ബട്ട് മാക്സിമം മാർക്ക് 800 ആണ് വരിക. ഡിഫറൻസ് എന്താ, സിലബസ് ഡിഫറൻസ് എന്താ, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് KTU ലെറ്റിനില്ല, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഇതിൽ സിലബസിൽ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സിലബസ് KTU ലെറ്റിൻ്റെ സിലബസ് ഒരു ചെറിയ ഡിഫറൻസിന് കുറച്ച് കൂടുതൽ ടോപ്പിക്സ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സിലബസ് സാധാരണ ഈ KTU സ്റ്റുഡൻസ് എഴുതുന്ന കുറവാണ്. കുസാറ്റ് ലെറ്റ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് എണ്ണം കുറവായതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത കോമ്പറ്റീഷൻ കുറവായത് കുറച്ചുകൂടി ഈസിയാണ്. ഇതിൽ കുസാറ്റ് ലെറ്റിൽ നല്ല റാങ്ക് വാങ്ങിക്കാൻ ഒരു പ്രയാസം, KTU ലെറ്റിന് ഇത്ര പ്രയാസമില്ല. നമ്പർ ഓഫ് സ്റ്റുഡൻസ് വളരെ കുറവാണ്. കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല റാങ്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ KTU ലെറ്റ് നിർബന്ധമായിട്ട് എഴുതണം. അതിൻ്റെ റീസൺസ് ഞാൻ പറയാം. മാക്സിമം മാർക്ക് 800 ആണ്.
ഇപ്പോൾ ഫീസ് സ്ട്രക്ചർ വരുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ അറൗണ്ട് 30,200 പെർ സെമസ്റ്ററാണ് വരുന്നത്. ഓൾ ഇന്ത്യ മെറിറ്റിൽ 56,400 ആണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ കുട്ടനാട് ക്യാമ്പസിലാണെങ്കിൽ 21,000 ആണ്. ക്യാമ്പസ് 2 ക്യാമ്പസ് ഉണ്ട്. ഇതിൽ ഫീസ് കുസാറ്റിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഫീസ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഈ ഫീസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കുസാറ്റ്. ടോപ്പ് 5 കോളേജ്, അതായത് CET, GC തൃശ്ശൂർ, TKM, MA കോളേജ്, NSS, RIT ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയ കോളേജ് തന്നെയാണ് കുസാറ്റ്. നല്ല ക്യാമ്പസാണ്, നല്ല പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഫീസ് കൂടുതലാണെന്ന് കോളേജ് ഒഴിവാക്കരുത്. 30,000 പെർ സെം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുസാറ്റ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാം. അഥവാ നിങ്ങളെ റാങ്ക് പിറകിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ കുസാറ്റും കൂടെ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, സാധാരണ KT ലെറ്റിൻ്റെ ഫീസ് വരുന്നത് അറൗണ്ട് 3,000 പെർ സെം ആണ്. അത് KPCR സ്കോളർഷിപ്പ് വഴി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല വരുന്നത്, 30,200 പെർ സെം വരുന്നുണ്ട്. 2 മെറിറ്റ് ഉണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഓൾ ഇന്ത്യ മെറിറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ 50% സ്റ്റേറ്റ് മെറിറ്റാണ്, 50% ഓൾ ഇന്ത്യ മെറിറ്റാണ് കോട്ട വരുന്നത്. അപ്പോൾ നിങ്ങൾ റാങ്ക് പിറകിലാണെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ മെറിറ്റിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 56,400 ആയിരിക്കും സെമസ്റ്റർ ഫീസ് വരിക. ഇനി കോളേജസ് ആൻഡ് ബ്രാഞ്ചസ് 2 ക്യാമ്പസാണ് ഉള്ളത്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കളമശ്ശേരി ക്യാമ്പസ് 1ഉം അതേപോലെ തന്നെ ക്യാമ്പസ് 2, അത് കുട്ടനാട് ക്യാമ്പസാണ്, CUCK ക്യാമ്പസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ മെയിൻ ക്യാമ്പസാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ നോക്കുക. ഓക്കെ, അതിൽ ഏതൊക്കെ ബ്രാഞ്ച് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോർ ബ്രാഞ്ചസ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ, കൺട്രോൾ, IT, അതുപോലെ സേഫ്റ്റി ആൻഡ് ഫയർ, പോളിമർ സയൻസ്. ഇതിൽ ചില ബ്രാഞ്ചുകൾ ക്യാമ്പസ് 2ലാണ്. പോളിമർ സയൻസ് ഒക്കെ ക്യാമ്പസ് 2ലാന്ന് തോന്നുന്നു. ജസ്റ്റ് വെരിഫൈ ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. കുസാറ്റിൻ്റെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. CAT 2026 കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് അപ്ലൈ ചെയ്യാൻ ഇവിടെ കാണുന്നുണ്ടാവും. അതുവഴി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് മുമ്പ് നിങ്ങൾ ഈ പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ കാണുന്നുണ്ടാവും. പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അതിൽ ലെറ്റിൻ്റെ കോഡ്, എക്സാം കോഡ് 102 ആണ്, ടെസ്റ്റ് കോഡ് 102 ആണ്. പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്യുക. വേണ്ടവർക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്യുക, അയച്ചു തരാം. അപ്പോൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ആധാർ ഫോൺ നമ്പറും മെയിൽ IDയും ആണ് വേണ്ടത്. നിങ്ങൾ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ വെച്ചിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഫോൺ നമ്പറിൽ ഒരു പ്രാവശ്യം മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ, 2 പ്രാവശ്യം പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് 8 സ്റ്റേജ് പ്രോസസ്സാണ്. ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുണ്ടാവും. ഫോട്ടോ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുണ്ടാവും. ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ എക്സാം സെൻറ്റർ അപ്ലൈ ചെയ്യാനുണ്ടാവും. ഇതാണ് വരുന്നത് ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ. ഇതിൽ പ്രോസ്പെക്ട്സ് കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് admission.kusat.ac.in വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലൈൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതിൽ വരുന്നത് ഫസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് അപ്ലൈ ഹിയറിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പറും മെയിൽ ID യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ IDയും പാസ്വേഡും കിട്ടും. മെയിൽ ID തന്നെയായിരിക്കും യൂസർ ID വരിക. അപ്പോൾ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡ് ആയിരിക്കും. ആ പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ ലോഗിൻ ചെയ്യുക. ഇനി ബാക്കിയുള്ള സ്റ്റേജ് പ്രോസസ്സർ സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ യൂസർ IDയും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ബേസിക് ഇൻഫർമേഷൻ കാര്യങ്ങൾ, നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതാണ് സ്റ്റേജ് 3 വരുന്നത്. പിന്നെ ഓരോ സ്റ്റേജ് ഉണ്ടാകും. സ്റ്റേജ് 5 കോഴ്സ് കൊടുക്കുക. നിങ്ങൾ BTech എന്നുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പറഞ്ഞു തരാം. പിന്നെ ലാസ്റ്റ് സ്റ്റേജാണ് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക്റ്റാണ് എക്സാം സെൻറ്റർ വേണേൽ അതും കൂടെ ഓപ്റ്റ് ചെയ്യുക. ലാസ്റ്റ് ഫിനിഷ് കൊടുക്കുക. അതാണ് അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് LET 2026 കണക്ട് എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചോദിക്കാം. അപ്പോൾ അതിൽ എന്ത് ഡൗട്ടില്ല. ഇത് കോമൺ ആയിട്ട് ലെറ്റിൻ്റെ എല്ലാ കാര്യത്തിനും വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിലെല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഡിപ്ലോമ സ്റ്റുഡൻസ് മാത്രം ജോയിൻ ചെയ്താൽ മതി, എല്ലാത്തിലും ജോയിൻ ചെയ്യണമെന്ന് ആവശ്യമില്ല. ഡിപ്ലോമക്കാർക്ക് വേണ്ടിയുള്ള ലെറ്റും അതേപോലെ തന്നെ KT ലെറ്റും ലെറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് വഴി ചോദിക്കാം, എല്ലാ കാര്യങ്ങളും ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ, ഈ ലെറ്റിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ കാണിക്കാം.
ലെറ്റിൻ്റെ മെറ്റീരിയൽ 199 റുപ്പീസിന് നിങ്ങൾക്ക് ഹാൻഡ് റിട്ടേൺ ഫോണിലെ മെറ്റീരിയൽ കിട്ടും. അതായത് 8 ബുക്സും പ്ലസ് ഒരു അൾട്രാ റിവിഷൻ സീരീസിൻ്റെ ഒരു ബുക്കും കൂടെ ഉണ്ട്. അതായത് ഒരു ദിവസം കൊണ്ട് മൊത്തം റിവിഷൻ ചെയ്യാനുള്ള മെറ്റീരിയലും കൂടെ നിങ്ങൾക്ക് 199 റുപ്പീസിന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ആപ്പ് ത്രൂ ആണ് അവൈലബിൾ ആയിരിക്കുക. ഈ ബുക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം, ബുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ലെറ്റിൻ്റെ കാര്യം, ലെറ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഓൺലൈൻ ക്ലാസ് ലെറ്റിന് ആവശ്യമുള്ള വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. 2,999 ആണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുക്കാം, നിങ്ങൾ നമ്പേഴ്സും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ലെറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ് വേണ്ട ആൾക്കാരും കോൺടാക്ട് ചെയ്യാം. ലേറ്റ് ആവരുത്. ലെറ്റ് എക്സാം അറൗണ്ട് ജൂൺ മാസത്തിലേക്ക് എക്സാം ഉണ്ടാവാം. നോട്ടിഫിക്കേഷൻ ഏപ്രിലായിരിക്കും വരും. കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു വന്നത്. അപ്പം ജൂൺ ഫസ്റ്റ് വീക്കിലേക്കും സാധാരണ എക്സാം ഉണ്ടാവാം. ഒരു മാസം കൊണ്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളും നടന്നിട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് കോളേജിൽ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു.